എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് പപ്പടം ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. ഇത് നല്ല പ്രത്യേക ചേരുവകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ്. അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴാണ് ഫുള്ളായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി വീട്ടിൽ പപ്പടം ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം കറി തയ്യാറാക്കാനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. ആദ്യമായിട്ട് കുറച്ച് അധികം തന്നെ നമ്മുടെ ചെറിയ ഉള്ളി വേണം കേട്ടോ. കുറച്ചൊരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, ഒരു 2-3 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പുളിങ്ങ, വളരെ കുറവ് പുളി. ഇതിൻ്റെ പുളി രസം മെയിനായിട്ട് വേണ്ടത് പുളിങ്ങയുടെയാണ്. പിന്നെ ഇത് നല്ല പഴുത്തൊരു തക്കാളി. ഇപ്പോൾ തക്കാളി പുളി ഇല്ലാത്തതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ പുളിയല്ല നമുക്ക് വേണ്ടത്, പുളിങ്ങയുടെ പുളിയാണ് വേണ്ടത്. പക്ഷേ തക്കാളി ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കും വേണം. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പപ്പടം ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് നാളികേരപ്പാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കണം. അത് ആ സമയത്ത് കാണിച്ചു തരാം. ഇനി ഇതിലുള്ള മസാലകളെല്ലാം ചേർക്കണ സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ശരി, നമുക്കെന്നാ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഒരു നാടൻ രുചി പോലെയാണ് വരേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് വറവിനായിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു. ഈ സമയത്ത് നമുക്ക് വറവിനായി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ജീരകം കൂടി ഒരു സൈഡിൽ കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ജീരകം നന്നായി പൊട്ടി വരട്ടെ. ജീരകവും നന്നായി പൊട്ടി വന്നു. ആ സമയത്ത് നമുക്ക് 2 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം. ഈ ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള വെളുത്തുള്ളി നേരാക്കി വെച്ച വെളുത്തുള്ളി ഏകദേശം കണ്ടോ, കുറച്ച് നല്ലോണം തന്നെ ഉണ്ട്. ഇത്ര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവർ, ഈ കറിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി ഇതാക്കിയതിന് ശേഷം മയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള 2-3 പച്ചമുളക് ഉണ്ടല്ലോ, അതായത് നെടുകെ കീറി വെച്ചിട്ടുള്ള 2-3 പച്ചമുളക് കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. അതിന് 2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു തക്കാളി, അതായത് ഒരു മുഴുവൻ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതധികം പുളി ഇല്ലാത്തത് തന്നെ നോക്കി ചേർക്കണം കേട്ടോ. ഇതൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള തക്കാളി ഒരുപാട് ഇതാവേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലകൾ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം സാധാരണ ഉപയോഗിക്കുന്ന മസാലകൾ തന്നെയാണ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതെന്തായാലും വേണമല്ലോ എല്ലാ കറികളിലും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2-3 പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് ചേർക്കുക. പക്ഷേ എന്നാലും ഇത് നല്ല എരിവ് വേണേനി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ സ്ലോലി ആക്കി വെച്ചിട്ട് വേണം പൊടികളിടാൻ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു. അത്ര തന്നെ മല്ലിപ്പൊടിയും ഇതിലേക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ട ഒരു പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് വേണ്ടത് വളരെ കുറച്ച് മതി. അതായത് ഇപ്പോൾ ഓരോ സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി എടുത്തേക്കണത്. ചെറിയൊരു സ്പൂണിന് 1 സ്പൂണ് പെരുംജീരകപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാല നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പുളി, അതായത് ഇതിൽ പുളിരസം, അതാണ് തക്കാളി കുറച്ച് മധുരമുള്ളത് വേണമെന്ന് ആദ്യം തന്നെ പറയാൻ കാരണം നമുക്കിതിൽ പുളിയുടെ രസമാണ് വരേണ്ടത്.
അപ്പോൾ തക്കാളി നല്ല പുളിയായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയാവും. അത് കാരണം കൊണ്ടാണ് നല്ല പഴുത്ത അധികം പുളിയില്ലാതെ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിങ്ങ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അധികം വെള്ളത്തിൽ ഒഴിക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാത്രമല്ല ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കുക, കാരണം നമ്മൾ പപ്പടമാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പ് കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുളിവെള്ളവും ഈ ഉള്ളിയും ഇതൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം, അതായത് കറിയുടെ ലൂസിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുളിങ്ങയും ഈ ഉള്ളിയിലേക്ക് പിടിച്ച് വരട്ടെ. അതിനായിട്ട് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഈ പുളിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഉള്ളിയും പുളിയും കൂടി നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ പുളി ഒഴിച്ച് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കറിയുടെ ലൂസിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഞാനിതിവിടെ എത്രയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വെള്ളം ചേർക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമായിരിക്കണം. ഇനി വെള്ളം ഒന്ന് കിടന്ന് നന്നായി തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാകത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പടം ഇവിടെ പൊട്ടിച്ച് വറുത്തിട്ട്, അല്ലെങ്കിൽ മുഴുവനായി വറുത്തിട്ട് പൊട്ടിച്ചെടുത്താലും മതി. ഞാനിങ്ങനെ ഒരു പപ്പടത്തിന് 2 ആക്കിയിട്ട് വറുത്തെടുത്തേക്കാണ് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്ത് മെല്ലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് ഇളക്കി കുത്തി പൊട്ടിക്കണ്ട. അത് എന്തായാലും ഇതായിക്കോളും, തണുത്ത് കഴിഞ്ഞതാവും. പക്ഷെ ഒന്ന് മെല്ലെ അങ്ങനെ ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 7 പപ്പടമാണ് കേട്ടോ. അങ്ങനെ അതുപോലെ ചെയ്തേക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 7 പപ്പടം 2ആയി പൊട്ടിച്ചിട്ട് വറുത്തെടുത്തിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കാം കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഒരു കുറച്ച് നാളികേരപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയ മുറി നാളികേരത്തിൻ്റെ പാല്. അതെങ്ങനെയാ വെച്ചാൽ വെള്ളം ചേർത്തിട്ടുള്ള പാലല്ല, നമ്മുടെ ഇതാണ് വേണ്ടത്. ശരിക്കുള്ള പാലില്ലേ, ആദ്യത്തെ പാല്, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കട്ടെ. കറിയിലേക്ക് പപ്പടമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി ഇളക്കി. ഇനി നമുക്കിത് കൂടെ കുറച്ച് നാളികേരപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിത് വെള്ളം ചേർത്തതല്ല, നമ്മുടെ തണ്ടാലാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഈ നാളികേരപ്പാൽ ചേർക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇത് നാളികേരപ്പാലും കൂടി ചേർത്താൽ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് കേട്ടോ. അതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പപ്പടക്കറി തയ്യാറായി കഴിഞ്ഞു. അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ കറിവേപ്പില കൂടി നമുക്കതിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം കറി തയ്യാറായിട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് കറികളൊക്കെ ഉണ്ടാക്കി ഒന്ന് മടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ തരത്തിലുള്ള കറികൾ ഉണ്ടാക്കി കഴിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചിലർ നാളികേര അരച്ച് ചേർത്ത് ഉപയോഗിക്കും, ചിലർ നാളികേര പാലൊഴിക്കും, ചിലർ നാളികേര പാലൊന്നും ഒഴിക്കില്ല. അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ നാളികേര പാലൊഴിച്ച് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും വീണ്ടും നന്ദി, നമസ്കാരം.